എടാ കൊറേ നാളെ കണ്ടിട്ട് എവിടെ നീ ജോലി കേട്ട ലക്ഷം തിരക്കിലായി പോയി മോനെ. എന്തോ പരിപാടി ഇപ്പൊ? പഞ്ചായത്തിലാണ് ഇപ്പൊ. പൊളിച്ച് റെഡി. ഞാനിപ്പോ ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ പരിപാടി. തന്നെ. അവിടെ ഇപ്പൊ പടവിലോ കളിയൊക്കെ ഉണ്ടോ? വല്ലപ്പോഴും ഉള്ളടാ. നാളെ ഒരു മാച്ച് ഉണ്ട് സ്കൂൾ പിള്ളേരായിട്ടാ. പോരുന്നോ? നമ്മുടെ പഴയ പിള്ളേരോ? ഓഫർ എന്താ? പഴയതുപോലെ മുട്ടപപ്സും ചായ അല്ലളിയാ, മന്തിയാണ് മന്തി. പിള്ളേരൊക്കെ അങ്ങ് ഡെവലപ്പായി പിന്നല്ലാണ്ട്. പക്ഷെ നാളത്തെ കാര്യം നടക്കും തോന്നില്ലളിയാ. ഇപ്പൊ ഇലക്ഷൻ ഡ്യൂട്ടി ഒക്കെ ഉള്ള ലീവ് കിട്ടാൻ വലിയ സീനാണ്. 9ഉം 11ഉം ഇലക്ഷൻ വരെയല്ലേ. കട്ടപ്പണിയാണ് ലളിയാ. കട്ടപ്പണി എന്ന് പറയാൻ പറ്റില്ല, ഇലക്ഷൻ ആയതുകൊണ്ടായി തിരക്കൊക്കെ. അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് സാധാരണ കിട്ടുന്ന ലീവ് എല്ലാം നമുക്ക് കിട്ടും. അല്ലെങ്കിലും ജോലി ഉള്ളതിനല്ലേ അളിയാ ലീവിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. അതും ശരിയാ. അളിയ ഞാൻ ജോലിക്ക് പോകത്തോണ്ടോ ആളിയാ? അല്ല, ഞാൻ ആദ്യം ബജാജ് ഇൻഷുറൻസിലോട്ട് കയറി. അവിടെയും തന്നെ കമ്പനി പറഞ്ഞു വിട്ടു. സമയത്തിന് പോയില്ലെങ്കിൽ കളി ആരായിരുന്നാലും കമ്പനി എന്ന് പറഞ്ഞു വിടും. രണ്ടാമത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിലായിരുന്നു. ഒരുത്തനോട് ഞാൻ 1000 തവണ പറഞ്ഞത് അളിയാ നിന്റെ ആരോഗ്യത്തിന് വേണ്ടി നീ ഇൻഷുറൻസ് എടുത്തില്ലെന്ന്. എടുത്തില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാനാണ് പിടിച്ച് 2 എണ്ണം കൊടുത്തു. ഇപ്പൊ ആരോഗ്യ ഇൻഷുറൻസ് എടുത്ത് ഹോസ്പിറ്റലില്ല. പക്ഷെ കമ്പനി എന്നെ പുറത്താക്കി. കമ്പനി ഇങ്ങനെ ചെയ്യും, ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. യെസ്, ഞാൻ ഈ ബിസിനസ്സിലോട്ട് പോയാലോ എന്നാണ് എന്റെ തീരുമാനം. ബട്ട് ബിസിനസ്സിലോട്ട് പോകാൻ നമുക്ക് എന്ത് വേണം? മൂലധനമായിരിക്കും പ്രശ്നം. യെസ്, മൂലധനം. കാരൽ മാക്സിന്റെ മൂലധനം വേണം. കാരൽ മാക്സിന്റെ മൂലധനം ഒക്കെ എനിക്കറിയാലോ. എടാ ഇതൊക്കെയല്ലേ PSCക്കും ചോദിക്കുന്നത്. അപ്പൊ ഈ നിന്റെ അറിവ് വെച്ച് ഈ കാര്യങ്ങളും കൂടെ ഒന്ന് സെറ്റ് ആക്കി ഒന്ന് റെഡി ആക്കി പഠിച്ചു കഴിഞ്ഞാൽ ആ ജോലി കയ്യിലിരിക്കത്തില്ലേ. സപ്പോസ് PSC ചോദിക്കുക, സണ്ണി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ താരം ആരാണ്? സണ്ണി എന്നറിയുന്ന ഇന്ത്യൻ താരത്തെ അറിഞ്ഞുകൊടുത്ത ഇതൊക്കെയാണ് അളിയ PSC ചോദിക്കുന്നത്. അത് സണ്ണി ലിയോൺ അല്ലേ? എടാ ക്രിക്കറ്റ് താരം സുനിൽ ഗവാസ്കർ. ആ സണ്ണിയായിരുന്നോ? ഈ കണക്കിന് പോയാൽ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല കേട്ടോ. അളിയ നീ പകല് മുഴുവൻ നമ്മളോട് ഈ കണ്ടം കളി കളിച്ചാണ്. നീ എങ്ങനെയാണ് ഈ ജോലി സെറ്റ് ആക്കിയത്? സൈലമാണ് ഉത്തരം. ഇവിടെ നമ്മൾ പകല് പരിപാടികൾ എന്തൊക്കെ കാണിച്ചു കിടന്നാലും ഞാൻ അവസാനം വീട്ടിൽ വന്നിട്ട് സൈലത്തിന്റെ ആപ്പ് എടുക്കുന്നു. അതിലെ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ ലൈവ് അറ്റൻഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ നേരത്തെ നടന്ന ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡ് സെഷൻ ഉണ്ട്, അത് കാണുന്നു, നോട്ടുകൾ എഴുതുന്നു, അത്യാവശ്യം എക്സാമുകളൊക്കെ ചെയ്ത് നോക്കുന്നു, ആഞ്ഞു പഠിക്കുന്നു. ഒരു വാശിയുണ്ടോ? കിട്ടി. എടാ നീ ഇത് കണ്ടോ? സൈലത്തിന്റെ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റിന് പോയപ്പോഴത്തേനും മൻസൂർ സാറും ജെറിൻ സാറും എന്നെ ആദരിക്കുന്ന ഫോട്ടോ ഒക്കെ. അപ്പൊ നമ്മൾ വിചാരിച്ചാ നടക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഒരു സർക്കാർ ജോലി? ഉറപ്പായിട്ട് നടക്കും. എങ്ങനെയെങ്കിലും എഴുതിയെടുക്കണം. നാട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കണം. കളിയാ ഞാൻ പോവാ. അപ്പോഴേ ഒരു കാര്യം പറയാനുണ്ടാവും. സണ്ണി ലിയോൺ ശരിക്കും ഇന്ത്യക്കാരിയല്ല, കാനഡക്കാരിയാട്ടോ. കാനഡക്കാരി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? കൊള്ളാം.